ഇളയരാജയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ചർച്ചകളിൽ നിറയാത്ത ഒരു ദിവസം പോലും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു സംവിധായകനായിട്ടുണ്ടായ ഒരു പ്രശ്നവും ആ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒഴിവായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തമിഴ് സിനിമയിലെ ഓൾറൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ഭാഗ്യരാജായിരിക്കും. നമുക്കറിയാം 80കളിൽ അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും അഭിനയവും നിർമ്മാണവും എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു. ഒരുപാട് ഹിറ്റ് സിനിമകൾ കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് മലയാളത്തിൽ ബാലചന്ദ്ര മേനോൻ പോലെയായിരുന്നു ഭാഗ്യരാജ്. ഇന്ന് അദ്ദേഹം അത്ര സജീവമല്ല, വല്ലപ്പോഴും സിനിമകളിലൊക്കെ അഭിനയിക്കാറുണ്ട്. നമുക്കറിയാം അദ്ദേഹം മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിൻ്റെ ഒരു ഹിറ്റ് സിനിമകളുടെ ഒരു ഹിറ്റ് കോംബോ എന്ന് പറയുന്ന ഇളയരാജ. നമുക്കറിയാം ഇളയരാജ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ട്, ഒരുപാട് സംവിധായകർ. ഏതൊരു സംവിധായകനും 80കളിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇളയരാജ തന്നെയായിരിക്കും. ഒരുപാട് സിനിമകൾ ഭാഗ്യരാജിൻ്റെ മുന്താണി മുടിച്ചു പോലത്തെ സിനിമകളിലൊക്കെ ഇളയരാജ തന്നെയായിരുന്നു. നമുക്കതിലെ പാട്ടുകളൊക്കെ ഇന്നും ഹിറ്റാണ്, ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹം 88 ഇത് നമ്മ ആള് എന്ന് പറയുന്ന ഒരു സിനിമ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത് ഭാഗ്യരാജ് തന്നെ അഭിനയിച്ച സിനിമയിൽ അതിൻ്റെ സംഗീതം ഭാഗ്യരാജ് തന്നെയായിരുന്നു. എനിക്കൂടെ അദ്ദേഹം ആദ്യമായിട്ട് സംഗീതം നിർവഹിച്ച ഒരു സിനിമയായിരുന്നു അത്. ഇതിന് ശേഷം ഭാഗ്യരാജിൻ്റെ പിന്നീടുള്ള കുറച്ച് സിനിമകളിൽ ഇളയരാജ ചെയ്തിട്ടില്ല. അത് ഭാഗ്യരാജ് തന്നെയായിരുന്നു അതിൻ്റെ സിനിമകൾ. വേറെയും എനിക്ക് തോന്നുന്നു വേറെയും ചില സംഗീത സംവിധായകരൊക്കെ സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഭാഗ്യരാജ് തന്നെയായിരുന്നു കുറച്ച് കാലത്തേക്ക്. ഈ സമയങ്ങളിലൊക്കെ ഭാഗ്യരാജിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പാർത്ഥിപൻ ഒരുപാട് വർഷം ഒരുപാട് സിനിമകളിൽ ഭാഗ്യരാജിൻ്റെ കൂടെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ഒരു കഥയൊക്കെ തയ്യാറാക്കി അദ്ദേഹം ഒരു സിനിമ ഓണായി. അപ്പോൾ അതിൽ സത്യരാജിനെ പോലെയുള്ള ചില നടന്മാരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അതോ പ്ലാൻ ചെയ്തു, പക്ഷേ എനിക്കോട് ഇദ്ദേഹം തന്നെ പിന്നീട് നായകനാവാൻ അവരൊക്കെ തന്നെ പറഞ്ഞു പാർത്ഥിപൻ തന്നെ നായകനായാൽ മതി. അങ്ങനെ പാർത്ഥിപൻ നായകനായി ഒരു സിനിമ പ്ലാൻ ചെയ്തതിലാണ് പുതിയ പാത. ഈ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജേനെയാണ് പാർത്ഥിപൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു സംവിധായകനും അന്ന് ആദ്യ സിനിമ ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇളയരാജ തന്നെയായിരിക്കും. അന്ന് ഭാഗ്യരാജ് തന്നെ, ഗുരുവായ ഭാഗ്യരാജ് തന്നെ പാർത്ഥിപനോട് പറഞ്ഞു ഈ സിനിമ ഇളയരാജയെ നേരിട്ട് പോയി കാണണം, അദ്ദേഹത്തെ തന്നെ സംഗീത സംവിധാനം ഏൽപ്പിക്കണം എന്നും പറഞ്ഞ് ഇളയരാജനെ അങ്ങനെ പാർത്ഥിപൻ നേരിട്ട് കാണാൻ പോയി. പക്ഷേ ഇളയരാജ ഒറ്റടിക്ക് നോ പറഞ്ഞു. അത് മറ്റേ കഥയോ ഒരു മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല. ഭാഗ്യരാജ് അന്ന് ഇൻഡിപെൻഡൻ്റ് ആയത്, അതായത് സംഗീത സംവിധായകനായത് ഇളയരാജയ്ക്ക് എന്തോ അന്ന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇളയരാജ പറയുന്നത് സംഗീതം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ചെയ്യാവുന്നതല്ല, അത് ഒരുപാട് കാലം പഠിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ കുറേ കാരണങ്ങൾ പറഞ്ഞ് ചെറിയൊരു പിണക്കം അന്ന് ഭാഗ്യരാജിനോട് ഇളയരാജയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യരാജിൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് പാർത്ഥിപൻ്റെ അടുത്ത് നോ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ തന്നെ ചെയ്തോ എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് അവസാനം പാർത്ഥിപൻ നിരാശനായി തിരിച്ചു വന്നു. പക്ഷേ പാർത്ഥിപൻ അത് അങ്ങനെ ഇളയരാജയോട് അതിന് വേറെ ഒരു വൈരാഗ്യമൊന്നുമില്ല. അദ്ദേഹം അത് പോസിറ്റീവായിട്ട് എടുത്തു. എന്താ പറയുക, ഒരു തമാശ രൂപേണ എടുത്തുള്ളൂ. എന്നിട്ട് മറ്റൊരു സംഗീത സംവിധായകനും ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് പുതിയ പാതയുടെ മ്യൂസിക് ചെയ്തത്. പക്ഷേ ഈ ഒരു പിണക്കങ്ങളൊന്നും നമുക്കറിയാം സിനിമയിൽ അങ്ങനെ ശാശ്വതമായിട്ടുള്ള സൗഹൃദങ്ങളോ പിണക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇതിന് ശേഷം പിന്നീട് ഭാഗ്യരാജിൻ്റെ സിനിമകൾക്ക് ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പാർത്ഥിപൻ്റെ സിനിമകൾക്കും ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്, ഗംഗയമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാറിയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് ഭാഗ്യരാജ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ആദ്യം എന്താ പറയുക ഒരു മ്യൂസിക് ഡയറക്ടറായത് ഇളയരാജയ്ക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഭാഗ്യരാജിനോട് ഇളയരാജ പിണങ്ങി. ആ ഒരു പിണക്കം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന പാർത്ഥിപൻ സിനിമ ചെയ്യാൻ വന്നപ്പോഴും പാർത്ഥിപനോടുണ്ടായിരുന്നു. പാർത്ഥിപനെ സിനിമ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ അടുത്ത് കുറച്ച് കാലം മുമ്പ് വരെയുള്ള ചില ഇൻ്റർവ്യൂസിലൊക്കെ പാർത്ഥിപൻ ഒരു തമാശ രൂപേണയാണ് പാർത്ഥിപൻ അതൊക്കെ പറയാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇളയരാജയെക്കുറിച്ച് ഇപ്പോൾ എന്നും വാർത്തകളാണ്. അതായത് ഇളയരാജയുടെ ഗാനങ്ങൾ ഏതെങ്കിലും സിനിമയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുക്കുന്നു. ട്രോളുകൾ വരെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇളയരാജയെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേസുകളുടെ എണ്ണം 100-ന് മേളുള്ളൂ, 200-ഓ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ആ കേസൊക്കെ കോടതിയിലെത്തുന്നു, പല രീതിയിൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്നു, അതൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ലോക എന്ന് പറയുന്ന ഒരു സിനിമയിൽ കിളി എന്ന് പറയുന്ന ഒരു പാട്ട് ഇളയരാജയുടെ 83-ലെ ആ രാത്രി എന്ന് പറയുന്ന സിനിമയിലെ നമ്മൾ മമ്മൂക്കൊക്കെ അഭിനയിച്ച ആ രാത്രിയിലെ ആ ഒരു പാട്ടാണ്, അതിൻ്റെ ഒരു റീമിക്സ് വേർഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെതിരെ അദ്ദേഹം പരാതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയിൽ ആണ് തോന്നുന്നു അതിൽ ഉപയോഗിച്ചതിനെതിരെയാണ് ഇളയരാജ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇളയരാജ എന്നും ഇളയരാജ തന്നെയാണ്. നമുക്കറിയാം സിനിമ അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇളയരാജ തന്നെയായിരിക്കും
നമ്പർ 1. അത് കഴിഞ്ഞിട്ട് എ ആർ റഹ്മാനും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനിരുദ്ധും ഒക്കെ തമിഴ് ഇൻഡസ്ട്രിയിൽ അതിനുശേഷം ഒരുപാട് സംഗീത സംവിധായകർ വന്നിട്ടുണ്ടെങ്കിലും നമുക്കെന്നും ഏത് ജനറേഷനിലും നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഇളയരാജ തന്നെയായിരിക്കും.